എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡു നോട്ട് ആങ്കർ ദി ഓൾറെഡി എൻറേജ്ഡ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യമാണ്. എന്താണ് എൻ്റെ അർത്ഥം? ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളെ കൂടുതൽ ദേഷ്യപ്പെടുത്താതിരിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് നമുക്ക് ഒരുപക്ഷെ നല്ല കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഈസിയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അതല്ല നമ്മൾ പുറത്ത് നടക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളാണെങ്കിലും പോലും ഒരു പക്ഷേ പെട്ടെന്ന് നമ്മളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരാം. എന്തെങ്കിലും ഒരു ദേഷ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോഴായിരിക്കും നമ്മൾ അവിടെ അയാളുടെ മുമ്പിൽ ചെന്ന് പെടുന്നത്. അപ്പം ചിലപ്പോൾ അയാൾക്ക് കിട്ടിയ ഒരു എര എന്നുള്ള രീതിയിൽ നമ്മളോടായിരിക്കും ദേഷ്യപ്പെടുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ കാരണമല്ലാതെ ഒരാൾ വെറുതെ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? എന്നോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ അയാളെക്കാളും ഉച്ചത്തിലായിരിക്കും തിരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതായത് കൂടുതൽ അങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെടും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, ഒരു പോയിന്റ് ഇതാണ്. ഒരു തീ ആളിക്കത്തുമ്പോൾ അതിനെ കെടുത്തേണ്ടത് തീ വെച്ചിട്ടല്ല, വെള്ളം കൊണ്ടിട്ടാണ്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ശാന്തമായ മനസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അത് നമ്മുടെ കുട്ടികളായിരിക്കാം, നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം, ആരുമായിരിക്കാം, ഒരു പരിചയമില്ലാത്ത ഒരാളായിരിക്കാം. എന്താണ് അയാൾക്ക് പറ്റിയ ഒരു പ്രശ്നം എന്നുള്ളത് ശാന്തമായിട്ടുള്ള മനസ്സുകൊണ്ട് ചിന്തിച്ച് അയാൾക്ക് വേണ്ട ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു വലിയൊരു ലീഡർ ആകാൻ താല്പര്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നതാണ്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും നമ്മളോട് ഇതുപോലെ ഒരു കാരണവുമില്ലാതെ ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്താണ് അയാളുടെ പ്രശ്നം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ അത് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് പരിശീലിപ്പിച്ചെടുക്കുക. തീർച്ചയായിട്ടും ഒരു ലീഡറിന് വേണ്ട, അത്യാവശ്യം വേണ്ട ഒരു വലിയൊരു ക്വാളിറ്റിയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ രീതിയിൽ എല്ലാവർക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് സഹായം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.